ഡിയർ സ്റ്റുഡൻസ്, +1 ഫിസിക്സിലെ 15ാമത്തെ ചാപ്റ്റർ വേവ്സ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്. സെക്കൻഡ് വൺ, ദ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്, ദ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്. ഇത്രയും ആണ് വേവ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. വേവ് മോഷൻ is a method of transfer of energy from one point to another point without movement of particles. During wave motion, particles only vibrate about their mean position. നമുക്കറിയാം, വേവ്സ് ആർ ഡിസ്റ്റർബൻസസ് ഇൻ എ മീഡിയം. വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. എനർജി ട്രാൻസ്ഫർ ചെയ്യും മോളിക്കുലർ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ തന്നെ. മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും അബൌട്ട് ദർ മീൻ പൊസിഷൻ. വേവ്സ് മേ ബി മെക്കാനിക്കൽ വേവ്. Mechanical wave means a wave needed a medium to propagate. Second one, electromagnetic wave. A wave which can be propagated even in the absence of a material medium. ഒരു മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെ സഞ്ചരിക്കുന്ന വേവിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കാം. തേർഡ് വൺ, മാറ്റർ വേവ്. ഇറ്റ്സ് എ പ്രോബബിൾ വേവ് അസോസിയേറ്റഡ് വിത്ത് എനി ഓബ്ജെക്ട്സ് ഇൻ മോഷൻ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഡി ബ്രോഗ്ലി വേവ്സ്. നമുക്കറിയാം, ലാംഡ ഈക്വൽ ടു h/p ഓർ ലാംഡ ഈക്വൽ ടു h/mv. ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന വേവിനെയാണ് മാറ്റർ വേവ് എന്ന് വിളിക്കുന്നത്. ബേസ്ഡ് ഓൺ ദി പാർട്ടിക്കിൾ ഓഫ് വൈബ്രേഷൻ, വേവ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു. ദേ ആർ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സ്ക്രീനിൽ നോക്കൂ. Transverse wave, a wave in which the particles in the medium vibrate in perpendicular direction of its propagation. സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് കാണാം, വേവ്സ് മൂവ് ചെയ്യണത് ലെഫ്റ്റ് നിന്നും റൈറ്റിലേക്ക്, പക്ഷെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യണത് മുകളിലേക്കും താഴേക്കും. സോ ദ വൈബ്രേഷൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അങ്ങനെയുള്ള വേവിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ദ റീജിയൻ വിത്ത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഇസ് കോൾഡ് ക്രസ്റ്റ്. മുകളിലേക്ക് വൈബ്രേറ്റ് ചെയ്ത പാർട്ടിനെ ക്രസ്റ്റ് എന്ന് വിളിക്കാം. ദ റീജിയൻ വിത്ത് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇസ് കോൾഡ് ട്രഫ്. താഴേക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള റീജിയനെ ട്രഫ് എന്ന് വിളിക്കാം. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേരുമ്പോഴാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാകുന്നത്. ട്രാൻസ്വേഴ്സ് വേവ് ക്യാൻ ബി പോളറൈസ്ഡ്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വേവ് ത്രൂ എ സ്ട്രിങ്, ലൈറ്റ് വേവ്, എക്സെട്ര. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സ്ക്രീനിൽ നോക്കൂ. എ വേവ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ദേ പ്രൊഡ്യൂസ് കംപ്രഷൻസ് ആൻഡ് റെയറിഫാക്ഷൻസ് ആസ് ഷോൺ ബിലോ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ഉണ്ടാവുന്നത് കംപ്രഷൻസും റെയറിഫാക്ഷൻസും ആണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ടാവും. റീജിയൻ വിത്ത് ഹൈ പ്രഷർ ഇൻ മീഡിയം ഇസ് കോൾഡ് കംപ്രഷൻ ആൻഡ് റീജിയൻ വിത്ത് ലോ പ്രഷർ ഇൻ മീഡിയം ഇസ് കോൾഡ് റെയറിഫാക്ഷൻ. ദേ കനോട്ട് ബി പോളറൈസ്ഡ്. അതിൻ്റെ എക്സാമ്പിൾ എ വേവ് ത്രൂ എ സ്പ്രിങ്, എ സൗണ്ട് വേവ്, എക്സെട്ര. Then the terms related with wave propagation. First one, amplitude. It is a maximum displacement of a vibrating particle in a wave with respect to mean position. ഒരു വേവിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. വേവ് ലെങ്ത്. ഇറ്റ്സ് ആക്ച്വലി ദ ലെങ്ത് ഓഫ് എ വേവ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് or consecutive trough. Frequency. It is the number of vibrations of particles in a medium per second. Velocity.
distance traveled by a wave in 1 second. Velocity of light in air is 3 into 10 raised to 8 meter per second. Velocity of sound in air is 330 meter per second. Velocity, frequency and wavelength are connected by the relation V equal to F lambda. Next topic, travelling wave or progressive wave. A wave is called travelling or progressive wave when it is unbounded and undamped. ഒരിക്കലും നശിച്ചു പോവാത്ത, ഒരിക്കലും റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണ വേവ്, അതിനെ വിളിക്കണ പേരാണ് പ്രോഗ്രസീവ് വേവ് ഓർ ട്രാവലിംഗ് വേവ്. ജനറൽ എക്സ്പ്രഷൻ ഫോർ എ ട്രാവലിംഗ് വേവ് ഈസ് y of xt equal to a sin kx minus omega t plus phi if the wave is moving in the positive x direction. Y of xt equal to a sin kx plus omega t plus phi, then the wave will be moving in the negative x direction. Y of xt is a displacement along y direction as a function of displacement along x and time t. A is the amplitude, k is a wave number, x is the displacement along y-axis, omega is angular frequency, t is time, phi is initial phase, v is velocity. Then wave number k equal to 2 pi by lambda, angular frequency omega equal to 2 pi by t, and velocity v equal to omega by k. Velocity of transverse wave through a string. Equation for velocity of a transverse wave through a string is v equal to root of t by ml. T is the tension on the string, ml is mass per length, ml equal to m by l. Linear mass density, it is mass per unit length. Velocity of longitudinal or sound wave through a medium. General equation for velocity of sound through a medium is v equal to root of e by rho. E is modulus of elasticity of the medium and rho is the density of the medium. In solid, E equal to y, modulus of elasticity is Young's modulus. Then velocity of sound in solid is equal to root of y by rho. In liquid, E equal to B, bulk modulus. So V of sound in liquid is root of B by rho. In gas, it is given by Newton's equation. According to Newton, the formation of compression and rarefaction in a medium when sound propagates is an isothermal process. In isothermal process, isothermal elasticity E is equal to pressure. So velocity of sound in gas equal to root of P by rho. In standard temperature and pressure, P equal to 1 atmospheric pressure equal to 1.013 into 10 raised to 5 Pascal and density is 1.29 kilogram per meter cube. By substituting these values, we will get velocity of sound in gas equal to 280 meter per second. Original value of velocity of sound in air, നേരത്തെ പറഞ്ഞു 330 meter per second. So this theoretical value is 15% lower than experimental value of velocity of sound in air. It was corrected by Laplace through his explanation, Laplace correction. According to Laplace, the formation of compressions and rarefaction in a medium when sound propagates is a quick adiabatic process. Adiabatic process E equal to gamma P. In adiabatic process, adiabatic elasticity is E equal to gamma P. So velocity of sound in gas
equal to root of gamma p by rho. Gamma is 1.4. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും V of sound in gas equal to 330 meter per second. This theoretical value is same as experimental value of velocity of sound in air. This equation is called Newton's Laplace equation. Newton's Laplace equation in terms of temperature is V of sound in gas equal to root of gamma RT by m. Factors affecting velocity of sound. First one, pressure. We know that V equal to root of gamma P by rho. At constant temperature, P by rho is a constant. So, velocity of sound is independent of pressure. Then, second one, temperature. V equal to root of gamma RT by m. So, V is proportional to root of T. When temperature increases, velocity of sound will increase. Sound travel faster in hot air than in cold air. Then the third one is humidity. We know that V equal to root of gamma P by rho. At constant pressure, V is inversely proportional to root of density. Density of dry air is greater than density of moist air. So, velocity of sound in moist or humid air is greater than velocity of sound in dry air. മോയിസ്റ്റ് എയർ ഉള്ള ദിവസങ്ങളിലാണ് സൗണ്ട് കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുക ഡ്രൈ എയർ ഉള്ള ദിവസങ്ങളെക്കാൾ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വിൻഡ്. ദ ഇൻഫ്ലുവൻസ് ഓഫ് വിൻഡ് ഓൺ വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ഡിറക്ഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി. ഇത്രയും ടോപ്പിക്സ് ആണ് വേവ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ നോക്കൂ. താങ്ക് യു ഓൾ.